ഹായ് ഗായ്സ്, ശ്രീജിത്താണ് ബിരിയാണി സ്റ്റോറിന്ന്. നമ്മളപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നോക്കിയത് 3 റെസ്റ്റോറൻറ്റിലെ മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്രോബ്ലംസ് ആയിരുന്നു. ഇന്ന് നമുക്ക് അതിൻ്റെ ഫസ്റ്റ് പോയിന്റ് കൺസിസ്റ്റൻസിയിൽ നമ്മളിവിടെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കണമെന്ന് നോക്കാം. ഇതിലെ ഫസ്റ്റ് പോയിന്റ് നമുക്ക് മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് കമേഴ്ഷ്യലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ബ്രാൻഡ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, കമേഴ്ഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ബസ്മതി റൈസും വീട്ടിൽ യൂസ് ചെയ്യുന്ന ബസ്മതി റൈസിനും എടുക്കാൻ പറ്റുന്ന ഹീറ്റിൻ്റെ ടോളറൻസ് വ്യത്യാസമാണ്. നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു 2 കിലോയോ 3 കിലോ റൈസൊക്കെ ആയിരിക്കും കുക്ക് ചെയ്യുക. പക്ഷേ കമേഴ്ഷ്യലി കുക്ക് ചെയ്യുമ്പോൾ 50 കിലോയും 100 കിലോയും കുക്ക് ചെയ്യും. ഇതിൻ്റെയൊക്കെ ഹീറ്റ് ടോളറൻസ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള യൂസിന് വേണ്ടി മാർക്കറ്റിൽ ബ്രാൻഡ്സ് ഈ സ്പെസിഫിക് യൂസ് കേസ് വെച്ചിട്ട് റൈസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അത് ചൂസ് ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രാൻഡഡ് ഐറ്റംസ് ചൂസ് ചെയ്യുമ്പോൾ ഉള്ള മറ്റൊരു അഡ്വാൻറ്റേജ്, അവരുടെ ഐറ്റത്തിലുള്ള കൺസിസ്റ്റൻസി അവർ എൻഷുർ ചെയ്യും. ഇന്ന് മേടിക്കുന്ന ബാഗിലും 2 മാസം കഴിഞ്ഞ് മേടിക്കുന്ന ബാഗിലും ഒരേ ക്വാളിറ്റിയിലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് അവൈലബിൾ ആവും. നമ്മൾ തുടങ്ങിയപ്പോൾ നന്നായിട്ട് പണി മേടിച്ചൊരു പോയിൻ്റാണ് ക്വാണ്ടിറ്റി. എനിക്ക് ആദ്യം ഒരു 20 പേരുടെ ബിരിയാണി നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയാമായിരുന്നു. 40 പേരുടെ ഓർഡർ ഒരു ദിവസം വന്നപ്പോൾ ഞാൻ 20 ബിരിയാണിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളെല്ലാം നേരെ ഡബിൾ ചെയ്തിട്ട് 40 പേരുടെ ബിരിയാണി ഉണ്ടാക്കി. പ്രൊഡക്റ്റ് ടെറിബിളി ഫെയിലായി. അതിന്ന് ഞാൻ പഠിച്ചത് ക്വാണ്ടിറ്റി നമുക്ക് പെട്ടെന്ന് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക് അല്ല, അതിന് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. കൂടുതൽ ഓർഡർ വന്നാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എത്ര ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കാൻ അറിയാവുന്നത് അതിൻ്റെ മൾട്ടിപ്പിൾസ് ഉണ്ടാക്കുക. പ്രൊഡക്റ്റിനെ കോംപ്രമൈസ് ചെയ്തിട്ടുള്ള ഒരു റിസ്ക്കും നമുക്ക് ഗുണം ചെയ്യണത്